ഞാൻ ഇലക്ട്രിക് വണ്ടി എടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇരട്ടി വില കൊടുത്ത് ഈ ടിയാഗോ വാങ്ങിയിട്ട് എന്താണ് കാര്യം, എങ്ങനെയാണ് ഇത് ലാഭമാവുന്നത്, ഒരു കാരണവശാലും ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കില്ല എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ കുറച്ച് കണക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടി ഇപ്പോൾ ഈ വണ്ടിയുടെ വില 10 ലക്ഷം രൂപയാണെന്ന് വെക്കുക. ഓൺ റോഡ് GST കുറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എടുക്കുമ്പോൾ ഈ വണ്ടിയുടെ വില 10 ലക്ഷത്തിൽ കൂടുതലായിരുന്നു. എനിക്ക് തോന്നുന്നു ചാർജർ അടക്കം 11 ലക്ഷത്തി ചില്ലുവാൻ രൂപയായി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് നമുക്കൊരു 10 ലക്ഷം റൗണ്ട് ചെയ്ത് കൂട്ടാം. 10 ലക്ഷം രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങുമ്പോൾ അത് ലാഭമാണോ ഇല്ലയോ എന്ന് ഞാൻ പെട്ടെന്ന് ഒരു കുറച്ച് കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഈ വണ്ടിക്ക് ഒരു 15 കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരു പെട്രോൾ വണ്ടിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എങ്ങനെ കൂട്ടിയാലും 100 രൂപ ആവറേജ് വെച്ച് കൂട്ടിയാലും ഒരു കിലോമീറ്ററിന് നമുക്ക് ഫ്യൂവലിന് ചിലവാകേണ്ട തുക 7 രൂപയാണ്. 1 ലക്ഷം, ഈ വണ്ടി ഇപ്പോൾ 1,10,000 കിലോമീറ്റർ ഓടി. 1 ലക്ഷം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ എങ്കിൽ കൂടിയും 1 ലക്ഷം ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 7 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ വിലയുള്ള ഈ കാറിന് ഇപ്പോൾ 7 ലക്ഷം രൂപ ഫ്യൂവൽ ഇനത്തിൽ നമുക്ക് കിട്ടി. അപ്പം നിങ്ങൾ ചോദിക്കും, ഫ്യൂവൽ മാത്രമല്ലല്ലോ, നിങ്ങൾ ഇലക്ട്രിക്കിന് പൈസ കൊടുത്തില്ലേ എന്ന്. 24 കിലോ വാട്ട് ബാറ്ററി ഉള്ള ഈ വണ്ടിക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുന്നതിന് വേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയാണ്. അപ്പം ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് 1 രൂപ വെച്ച് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടാനായിട്ട് എനിക്ക് 1 ലക്ഷം രൂപ ഫ്യൂവൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്ക് നാം കൊടുക്കേണ്ടി വന്നു. ഇനി സർവീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ, പെട്രോളിന് കുറച്ചുകൂടെ കൂടുതൽ വരും, ഡീസൽ ആയിക്കോട്ടെ പെട്രോൾ ആയിക്കോട്ടെ, ഈ വണ്ടിയുടെ ഇതുപോലത്തെ ഒരു വണ്ടിയുടെ ഒരു ആവറേജ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 രൂപ കൂട്ടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു 1000 ഫ്രീ, 7,500 ചിലപ്പോൾ 3,000 രൂപ വന്നേക്കാം, അല്ലെങ്കിൽ 1,500 വന്നേക്കാം. പക്ഷേ അങ്ങോട്ട് വന്ന് കൂട്ടി ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഓടാൻ 10,000 രൂപ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് സർവീസ് കോസ്റ്റ് കൂട്ടാം. അങ്ങനെ വരുമ്പോൾ ഇനി ഇലക്ട്രിക് വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ ഒരു 25 പൈസ വെച്ച് നമുക്ക് അതിന് സർവീസ് കോസ്റ്റ് വരുള്ളൂ. വേറെ പാർട്സ് ഒന്നും മാറാനില്ല, ആകെ ബ്രേക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സാധനം നേരെ 25 പൈസ വെച്ച് കൂട്ടും, മറ്റത് 1 രൂപ വെച്ച് കൂട്ടും. അപ്പം അതിനകത്തൊരു 75 പൈസ വെച്ച് വരും പെർ കിലോമീറ്റർ ഓടാൻ. ഈ 75 പൈസയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ലാവുന്നുള്ളൂ. അപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് 7 ലക്ഷം രൂപയോളം ഇതിന് ഫ്യൂവൽ ഇനത്തിൽ കിട്ടും. അപ്പം ഈ വണ്ടി ബ്രേക്ക് ഈവൻ ആകാനായിട്ട് 1,50,000 കിലോമീറ്റർ ഓടുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കാരണം 1,50,000 കിലോമീറ്റർ ഒരു ഇലക്ട്രിക് വണ്ടി ടിയാഗോ ഓടിക്കഴിഞ്ഞാൽ ശരിക്കും ഈ വണ്ടി ലാഭമായി. എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടി. കമ്പനി നമുക്ക് ഗ്യാരണ്ടി തരുന്നത് 1,70,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ്. അപ്പോൾ 8 വർഷം കൊണ്ട് 1,70,000 കിലോമീറ്റർ ഓടാനുള്ള സാധ്യതയാണ് ഒരു ഇലക്ട്രിക് വണ്ടി നമുക്ക് വാങ്ങുന്ന വഴി ഓരോ ആൾക്കാർക്കും കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ 1,50,000 ഇതിൻ്റെ മുതലും 25,000 കിലോമീറ്റർ ഇതിൻ്റെ ലാഭമാണ്. അപ്പോൾ 25,000 ഇൻറ്റു 7 വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ലാഭം. ഇനി ഇതിന് ശേഷം 1,70,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടി പോലെയല്ല, ഇതിന് വളരെ ചുരുങ്ങിയ കോസ്റ്റേ വരുന്നുള്ളൂ. ഇതിനങ്ങോട്ട് നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാനോ ചാർജ് ചെയ്യാനോ. ബാറ്ററി റീപ്ലേസിംഗ് ആണ് അടുത്തതായിട്ട് വരാനുള്ള സംഭവം. ബാറ്ററി റീപ്ലേസ്മെൻറ്റിൻ്റെ പൈസ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. കാരണം ഒരു 3 ലക്ഷം രൂപ വന്നാലോ 4 ലക്ഷം രൂപ വന്നാലോ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓടിയെടുക്കുന്നത് അതിലും വലിയ ലാഭമാണ്. ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജസ് നമുക്ക് സർവീസ് കോസ്റ്റിൽ ലാഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കാര്യമാണ്, സെക്കൻഡ് സെയിലിന് ഒന്നും കിട്ടത്തില്ല. ഈ ഇലക്ട്രിക് വണ്ടി മേടിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടി മാത്രമേ മേടിക്കുകയുള്ളൂ. നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് പറ്റുന്ന വണ്ടി മേടിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഓടിച്ച് വസൂലാക്കും. ഞങ്ങളൊക്കെ സാധാരണ പറയും ബംഗാളി പണിയെടുക്കണ പോലെ പണിയെടുക്കണം, അല്ലെങ്കിൽ ബംഗാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ പണിയെടുക്കണം. ഞാൻ അതിൻ്റെ വേറെ രൂപത്തിലേക്കൊന്നും കിടക്കുന്നില്ല, ഞാൻ അവരെ കളിയാക്കുന്നൊന്നുമല്ല. സാധാരണ ഇതിനെക്കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ ഓടിക്കൊണ്ടേയിരിക്കുക. ഞാൻ 3 വർഷം കൊണ്ടാണ് 1,10,000 കിലോമീറ്റർ ഓടിയത്. ഇനി എനിക്ക് 8 വർഷം എന്ന് വെച്ചാൽ 5 വർഷം കൂടി ഈ വണ്ടിയുടെ വാറണ്ടി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് സെയിലിന് വില കുറയുന്ന
ഞാൻ പറയണ 1,00,000 കിലോമീറ്റർ ഓടുമ്പോൾ 7 ലക്ഷം രൂപ എനിക്ക് ആ, ഈ പറയുന്ന ഫ്യൂവൽ കോസ്റ്റിൽ ലാഭം കിട്ടിയ ഒരു വണ്ടിക്ക് എനിക്ക് 3 ലക്ഷം രൂപ കിട്ടിയാൽ പോരെ? ആ വണ്ടിയുടെ വില കിട്ടിയില്ലേ, എൻ്റെ ഉപയോഗമായില്ലേ? അപ്പോൾ ഈ സാധനത്തിൻ്റെ ലാഭം ഓടിക്കിട്ടുന്ന ലാഭമാണ്. ഇപ്പം ആ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രിക് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ സെക്കൻഡ് സെയിൽ ഉണ്ടെന്ന് ഞാൻ പറയും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലാഭത്തിൻ്റെ കണക്കുകൾ. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ആരെങ്കിലും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കണക്കുകളൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, ടാറ്റ.